ബ്രഹ്മാണ്ഡ തട്ടിപ്പിന്റെ കഥയാണ് കേരളം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഥയിലെ നായകനും വില്ലനും ആരാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. CPM അതെ, കരുവന്നൂർ മോഡലിൽ, കണ്ടല ബാങ്ക് മോഡലിൽ മറ്റൊരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കഥയാണ് വയനാടൻ മലമടക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മഗിരി തട്ടിപ്പ്. ബ്രഹ്മഗിരി ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച സൊസൈറ്റിയിൽ വലിയ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ലക്ഷങ്ങളുടെ തട്ടിപ്പിനിരയായ ഒരു ചെറുപ്പക്കാരൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്ന കത്ത് പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളൊന്നും പുറത്തു വരുന്നില്ല ആ കത്തിന്റെ. പക്ഷേ ഇത്തരമൊരു കത്ത് നൽകിയിട്ടുണ്ട്. ആ ആളുടെ പേര് റഫീഖ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്തരമൊരു കത്ത് CPM നേതൃത്വത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, തനിക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കും. കെട്ടിത്തൂങ്ങി മരിക്കുന്നത് CPMന്റെ വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും. വലിയ പ്രതിസന്ധിയാണ്. പശുവിനെ കറന്ന് പശുവിനെ വിൽപ്പന നടത്തി കൂലിപ്പണി ചെയ്ത് ആളുകൾ ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ വലിയ തരത്തിൽ പണം നിക്ഷേപിച്ചു. എന്നാൽ CPM നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി അവരുടെ ഇഷ്ടക്കാർ, അവരുടെ സ്വന്തക്കാർ, അവരുടെ ബന്ധുക്കൾ എല്ലാം തുടങ്ങിയ ഈ ബ്രഹ്മഗിരി സൊസൈറ്റി ഒരു ബ്രഹ്മാണ്ഡ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുകയാണ്. ബ്രഹ്മാണ്ഡ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ കോടികളുടെ തട്ടിപ്പാണ്. CPMന്റെ സാധാരണക്കാരനായ പ്രവർത്തകൻ മുതൽ CPMന്റെ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയുമായി ബന്ധമുണ്ട്. അവർക്ക് ഈ സൊസൈറ്റിയുടെ നടത്തിപ്പിനെ കുറിച്ച് അറിയാം എന്നാണ് വയനാട്ടിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. വലിയ തട്ടിപ്പ് നടത്തി ഇതിന്റെ അണിയറ പ്രവർത്തകർ മുങ്ങിയിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് പശുവിനെ കറന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് തങ്ങളുടെ തൊഴുത്തിലേക്ക് എത്തി പശുവിന്റെ അകിടിൽ നിന്നും പാലെടുത്ത് നിത്യജീവിതത്തിന് വേണ്ടി പണം കണ്ടെത്തുന്ന ആളുകൾക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു. പലരുടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. CPM നേതാക്കന്മാർക്ക് പലരുടെയും പോക്കറ്റിലേക്ക് ലക്ഷങ്ങൾ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാടിന്റെ മലമടക്കുകളിൽ മലയോര കർഷകന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് കറന്നെടുത്ത് അത് വിൽപ്പന നടത്തി ആ പണം സ്വന്തം പോക്കറ്റിലാക്കി അവരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഡ്രാക്കുളിയായി വയനാട്ടിലെ ചില CPM നേതാക്കന്മാർ മാറിയിരിക്കുന്നു. വലിയ പ്രതിഷേധം ബ്രഹ്മഗിരി തട്ടിപ്പ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത് വലിയ സമരത്തിന് രൂപം നൽകുകയാണ്. എന്തായാലും കരുവന്നൂരിൽ സാധാരണക്കാരായ കർഷകരെ കൊള്ളയടിച്ച CPM, കണ്ടല ബാങ്കിൽ സാധാരണക്കാരായ ആളുകളെ കൊള്ളയടിച്ചവർ, അവർ തന്നെയാണ് ഈ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നത്. ബ്രഹ്മാണ്ഡ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ലോക്കപ്പിൽ അടയ്ക്കാനുള്ള തന്റെ ഇടം CPMനുണ്ടോ? ആഭ്യന്തര വകുപ്പിനുണ്ടോ? ആഭ്യന്തര വകുപ്പിന് തന്റെ ഇടം ഉണ്ടാവില്ല. കാരണം കരുവന്നൂരിലെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടങ്ങിയതിനു ശേഷമാണ്. അല്ലെങ്കിൽ അതും തേച്ചു മാച്ചു കളയുന്ന ഒരു കേസായി മാറുമായിരുന്നു. കപ്പലണ്ടി വിറ്റവൻ ഇന്ന് കോടീശ്വരനായി മാറുന്നു. തേക്കിന്റെ ഇല പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുവിറ്റവൻ ഇന്ന് കോടീശ്വരനായി മാറുന്നു. സൈക്കിളിൽ യാത്ര ചെയ്തവൻ ഇന്ന് ഇന്നോവ ക്രിസ്റ്റയിൽ യാത്ര ചെയ്യുന്നു. എൻഡോവറിലും അതോ ഫോർച്യൂണറിലും യാത്ര ചെയ്യുന്ന സ്ഥിതി വിവരത്തിലേക്ക് അല്ലെങ്കിൽ നിലവാരത്തിലേക്ക് കപ്പലണ്ടി വിറ്റവനും തേക്കിന്റെ ഇല വിറ്റവനും മാറിയെന്ന് പറഞ്ഞത് ഞാനല്ല, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവല്ല. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശരത് ശശിയാണ് പറഞ്ഞത്. ശരത് ശശിക്ക് ഇക്കാര്യം എല്ലാം കൃത്യമായി അറിയാം. കാരണം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ട് മലബാറിൽ. മറ്റിടങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ കപ്പലണ്ടി വിറ്റവനും തേക്കിന്റെ ഇല വിറ്റവനും ഒക്കെ കോടീശ്വരനായ കഥ ശരത്ത് തന്റെ സഹപ്രവർത്തകനോട് പങ്കുവച്ചത്. അതേപോലെയുള്ള ഒരു ബ്രഹ്മാണ്ഡ തട്ടിപ്പിന്റെ കഥ വയനാട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ, തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രാദേശിക CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതോ ഭരണത്തിന്റെ തണലിൽ വെച്ച് കോടികൾ കീശയിലേക്ക് എത്തിച്ച CPM ആ ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ച് ഈ കൊള്ളക്കാരെ, ഈ കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയാനുള്ളത്.